മാമ്പഴ ഹലുവ കണ്ടില്ലേ, എന്താ ഭംഗി, നല്ല മഞ്ഞ കളറ്. അപ്പം ഇത് ഭയങ്കര രുചികരാണ്. ഉണ്ടാക്കുന്ന ഇതൊക്കെ ഇപ്പം ഞാൻ കാണിച്ചുതരാം. അപ്പം ഞാൻ എൻ്റെ മുറ്റത്തെ കിളിച്ചുണ്ടൻ മാവിൽ കയറിയിട്ട് മാങ്ങ പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാനൊരു വലത്തോട്ടി ഉപയോഗിച്ചിട്ട് പൊട്ടിച്ചിട്ട് ചാക്കിൽ നിറച്ചുകൊണ്ടിരിക്കണം. അപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ മാമ്പഴം ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ പൊട്ടിച്ചെടുക്കുക. മാമ്പഴ ഹലുവ. കാണിക്കുന്നുണ്ട്. ഇഷ്ടം പോലെ മാങ്ങയുണ്ട്. അപ്പം നിങ്ങളുടെ വീട്ടിൽ മാങ്ങ ധാരാളം ഉണ്ടെങ്കിൽ മാമ്പഴ ഹലുവ അല്ലെങ്കിൽ മാങ്ങത്തര ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ വെയിലുണ്ടെന്നുണ്ടെങ്കിൽ മാമ്പഴം പിഴിഞ്ഞെടുത്ത് അതിൻ്റെ ചാറ് വെയിലത്തിട്ട് ഉണക്കുക. അപ്പോൾ മാങ്ങ തിര. അപ്പം എൻ്റെ ചാക്ക് നിറഞ്ഞു. അപ്പം ഇത് അഴിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് ടൈറ്റായി, കാരണം മാങ്ങയുടെ ലോഡ് തൂക്കം വന്നപ്പോൾ നല്ല ടൈറ്റായി. അപ്പോൾ ഈ കയറുണ്ട് ഒരെണ്ണം, ആലാസ് കയറ്, അത് ഞാൻ കയറാനും ഇറങ്ങാനും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഒരു പ്രാവശ്യം മാവുമ്പോൾ കയറിയാൽ മതി മോളിക്ക്. എന്നിട്ടൊരു കയറ് നല്ല വടം എന്ന് പറയും, വടം കയറ് കെട്ടിയിടുക. അപ്പോൾ നമുക്കിതുമൂടെ ചവിട്ടി കയറാൻ എളുപ്പമാണ്. മാങ്ങയുടെ തൂക്കം കാരണം കെട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഒരു കവര കൊമ്പിൽ ഇങ്ങോട്ട് വെച്ചിട്ട് ഞാൻ കെട്ടിയെടുക്കാൻ പോകുന്നു. കണ്ടില്ലേ? അപ്പം മാവിൻ്റെ മുകളിലായ കാരണം പെട്ടെന്ന് നമുക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ കെട്ടി ഇറക്കണം. ഒരു സഞ്ചി വാങ്ങാം, എന്നിട്ട് അകലേക്ക് നോക്കാം. ഞാൻ ഇറങ്ങേണ്ട വിട്ടു. അപ്പൊ നമ്മുടെ മാങ്ങ സഞ്ചിയൊക്കെ അടുത്ത് അപ്പം ഞാനും മരത്തമ്മ തന്നെ ഇറങ്ങാനായിട്ട് എളുപ്പത്തിന് മാങ്ങ താഴെത്തി ഞാനും കയറുമട ഇറങ്ങാൻ പോകണം. അപ്പം ഇങ്ങനെ കയറിട്ട് കഴിഞ്ഞാണെങ്കിലേ നമുക്ക് സുഖമായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിപ്പോരാം. മാങ്ങ അപ്പം ഇഷ്ടം പോലെ മാങ്ങിയിട്ടുണ്ട്. അപ്പം മാങ്ങത്തര ഉണ്ടാക്കാം, മാമ്പഴ അലവി ഉണ്ടാക്കാം, മാമ്പഴ ജ്യൂസ് കുടിക്കാം. അപ്പം ഞാൻ പഴുത്ത മാമ്പഴമൊക്കെ തൊലിയൊക്കെ ചെത്തി കളയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൻ്റെ മൂട് അടിവശം, അപ്പോൾ കിളിയുടെ ചുണ്ട് പോലെ ഇരിക്കുന്ന ഈ വശം കണ്ടോ, ഇവിടെ അങ്ങനെ പതുക്കെ പകുതി മുറിക്കുക, എന്നിട്ടാണ്ട് വലിക്കുക. അപ്പോൾ കണ്ടോ, അങ്ങനെ തൊലി അങ്ങോട്ട് പൊളിച്ച് കളയണം. അപ്പോൾ പണി എളുപ്പമാണ്. സബിത ആണെങ്കിൽ ഇവിടെ ഇല്ല, ആലുവയിൽ
നിഹാര ആയുർവേദ സെൻ്ററിലാണ്. അപ്പോൾ സബിതയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് മാമ്പഴം. അപ്പോൾ ഇവിടെ നിന്ന് ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ എന്ത് ചെയ്തു, ആലുവ എന്ന് കേട്ടപ്പോൾ അലുവ അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ വേണ്ട, നമ്മൾ മിക്സിയുടെ ജാറിൽ അങ്ങനെ നിറച്ച് ഇനി കൊണ്ട് അടിച്ചെടുക്കണം. മാമ്പഴത്തിൻ്റെ ഹലുവ ഉണ്ടാക്കുമോ, ഹലുവ എന്നാണ് ഞങ്ങൾ പറയും. തൃശ്ശൂരൊക്കെ ഹലുവ, ചിലർക്ക് ഹലുവ. ഹലുവ ഉണ്ടാക്കാനായിട്ട് എന്ത് ചെയ്യണം, ആദ്യം തന്നെ ഒരു ഫ്രൈ പാൻ എന്ന് വെച്ചാൽ ഒരു നോൺ സ്റ്റിക്ക് പാത്രം എടുത്തിട്ട് അതിൽ അര ഗ്ലാസ് പച്ചവെള്ളം ഒഴിച്ചു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാര കുറുക്കാനായിട്ട്. അപ്പം ഞാൻ ഒരു 4 സ്പൂണ് വലിയ കയ്യിൽ പോലെയുള്ള സ്പൂണിൽ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടോ. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചു. പഞ്ചസാര ഉരുകിയത് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉരുകി കിട്ടും. അതങ്ങോട്ട് മാറ്റി വെച്ചു. അതിന് ശേഷം നമ്മളുടെ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഒരു 2 സ്പൂൺ നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു. അതിന് ശേഷമാണ് നമ്മളുടെ അടിച്ചു വെച്ച മാമ്പഴം അങ്ങോട്ട് ഒഴിച്ചു. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇളക്കൊന്നും വേണ്ട, പെട്ടെന്നൊന്നും. നെയ്യാണ് അടിയിലൊക്കെ. അപ്പോൾ പതുക്കെ ഒന്ന് തിളച്ച് കണ്ട് ചാടുന്നു, അത് കാണുമ്പോൾ ഒന്ന് ഇളക്കുക. ഇനി 1 മിനിറ്റോ 2 മിനിറ്റോ കഴിഞ്ഞിട്ട് ആദ്യം ഇതൊന്ന് കുറുതായി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറുതായി കഴിയുമ്പോഴാണ് ഇളക്കേണ്ടത്. അതിൽ മുന്നേ കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടി ഞാൻ ഈ പഞ്ചസാര ലായനിയും കോൺഫ്ലവറും കൂടിയിട്ട് മിക്സിയിൽ അടിച്ചിട്ട് ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോഴാണ് നല്ല കട്ടയായിട്ട് കിട്ടുക. ഇനി നിങ്ങൾക്ക് മൈദ വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ഇപ്പോൾ കോൺഫ്ലവർ ചേർത്തു. എന്നിട്ട് കുറച്ച് കുരുയില്ലാത്ത മുന്തിരി കണ്ടോ, ബ്ലാക്ക് റൈസിൻസും ബദാം പരിപ്പും കൂടിയിട്ട് ഒന്ന് കട്ട് ചെയ്തത്, അത് നല്ല നറുനെയ്യിൽ വറുത്തെടുത്തിട്ട് ഒരു പാത്രത്തിലിട്ടു. അപ്പോൾ ഈ പ്ലേറ്റിൽ നമ്മൾ ഈ നറുനെയ്യിലെ 2-3 തുള്ളി ഒന്ന് പ്ലേറ്റിലൊന്നിങ്ങനെ തലോടി കൊടുക്കണം. അപ്പോൾ ഈ മാമ്പഴമല്ല ഹലുവ ഇങ്ങോട്ട് ഇടുമ്പോൾ അതിൽ ഒട്ടി പിടിക്കില്ല. ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ നല്ല ടൈറ്റാക്കിയിട്ടാണ് സാധനം എടുത്തത്. ഇത്രയ്ക്കും ടൈറ്റ് ആക്കണമെന്നില്ല, ഞാനിപ്പോൾ സമയമുള്ളതുകൊണ്ട് ചെയ്തു. ഒരു തുള്ളി വെള്ളം പോലും ഇല്ല, കണ്ടില്ലേ, നല്ല ഹാർഡാണ്. അപ്പോൾ പെട്ടെന്ന് കട്ടയായി കിട്ടും. അപ്പോൾ ഈ പ്ലേറ്റിൽ നിറച്ചതിന് ശേഷം നമ്മളൊന്ന് നന്നായിട്ട് അമർത്തി കൊടുക്കണം, കാരണം നല്ല കട്ടയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നമ്മുടെ മുന്തിരി ബദാമൊക്കെ ഉള്ളിലേക്കൊന്ന് പ്രസ് ചെയ്ത് കയറിപ്പോകും. അപ്പോൾ ഉണ്ടല്ലേ, അടിപൊളി സാധനം, നല്ല രുചിയാണ്. അതുപോലെ തന്നെ നമ്മളുടെ മാമ്പഴം അനാവശ്യമായിട്ട് വേസ്റ്റ് ആകണ്ട. അപ്പോൾ ഡിസൈർ ഇതൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവൻ്റെ മമ്മിക്ക് ഇപ്പോൾ കൊണ്ടുപോയി കൊടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ എൻ്റെ ഡ്രസ്സ് മാറലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ പാക്കിങ് കഴിഞ്ഞു. കണ്ടില്ലേ, അടിപൊളി ഹലുവ, കാണാൻ തന്നെ നല്ല ഭംഗി, സ്വാദ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ മാമ്പഴം കൂടുതലുള്ളവരൊന്നും കൃഷിക്കാരൊന്നും ഇത് കളയാൻ നിൽക്കണ്ട. ഇതുപോലെ ഹലുവ ഉണ്ടാക്കുക, നിസ്സാര ഇതുള്ളൂ. കണ്ടില്ലേ എല്ലാവരും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി പഠിക്കുക.